അതുപോലെ ഇതെല്ലാം കാണാൻ എല്ലാവർക്കും താല്പര്യമാണ്. പക്ഷേ ഈ നമ്മളെ ഈ കാലഘട്ടത്തിലുള്ള ഈ കലാകാരന്മാരുടെ അവസ്ഥ എന്ന് വെച്ചാൽ ഇത് എല്ലാവരും കണ്ട് ഈ പ്രശംസിക്കുന്നതല്ലാതെ ഒരു എമൗണ്ട് പറയാൻ നേരത്ത് അവർ പറയും ഈ തീപ്പെട്ടിക്കൊള്ളി കൊണ്ടുണ്ടാക്കുന്ന ഇത്രയും എമൗണ്ടാ എന്ന് ഇതിൽ ചെയ്യണം. ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇതിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. രാജേഷ് ചേട്ടാ, ഉം. എന്താണ് പരിപാടി? ഞാനിവിടെ ഒരു ചെറിയൊരു മിനിയേച്ചർ ചെയ്യാണ്. മിനിയേച്ചർ. ചേട്ടാ, ഈ എത്ര നാളായി ഈ സംഭവം ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാനിത് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് ഇത് ചെയ്യാണ്. അപ്പോൾ അപ്പോഴത്തേക്ക് വലിയ ഫേമസ് ഒന്നും ആയില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ സിവിൽ സപ്ലൈസിൻ്റെ മണ്ണെണ്ണ പമ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഈ 2013 ആയപ്പോൾ അത് നിർത്തി. അങ്ങനെ ഞാൻ പിന്നെ പെയിൻറ്റിങ് പഠിക്കാൻ പോയി. ആ പെയിൻറ്റിങ് പഠിക്കാൻ പോയപ്പോൾ അവിടുത്തെ സാറാണ്. അപ്പോൾ സാറിത് കണ്ടിട്ടുണ്ട്. ഒരു എക്സിബിഷൻ എന്ന് പറഞ്ഞപ്പോൾ സാറിത് കണ്ടപ്പോൾ പറഞ്ഞ് ഇത് ലോക പ്രശസ്തമായ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ തുടങ്ങി. അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ കൊള്ളാം. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. എന്തൊക്കെയാണ് ഇപ്പം ലോകപ്രശസ്തമായ സംഭവങ്ങൾ ഉണ്ടാക്കിയത്? ഇതിപ്പം താജ്മഹലുണ്ട്. ഇപ്പം ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് ചെയ്ത് തീർത്ത താജ്മഹലുണ്ട്. പിന്നെ ഈഫൽ ടവർ, പിസാ ഗോപുരം, പിന്നെ ഇന്ത്യ ഗേറ്റ്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, ചാർമിനാർ, ഇങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട്. ആ ഞാൻ ചോദിക്കുന്നത്, ഈ സാധാരണ പല കലാകാരന്മാരും പല മെറ്റീരിയൽസ് ഉപയോഗിച്ച് ആ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഈ തീപ്പെട്ടി കമ്പിലോട്ട് അല്ലെങ്കിൽ തീപ്പെട്ടി കോലിലോട്ട് അത് മതി എൻ്റെ റോ മെറ്റീരിയൽ തീരുമാനിക്കാനുള്ള സംഭവം എന്താ? അത് ഈ എല്ലാവരും ഈ കളിമണ്ണിലും ഒക്കെ ശില്പങ്ങൾ ഉണ്ടാക്കിയില്ല. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് എന്ത് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈർക്കിലും അതൊക്കെ ചെയ്ത് നോക്കി. അപ്പോൾ ഈ തീപ്പെട്ടി ആകുമ്പോൾ നല്ല പെർഫെക്ഷൻ കിട്ടും. പെർഫെക്ഷൻ. അപ്പോൾ അത് ചെയ്ത് നോക്കിയപ്പോൾ കൊള്ളാം കാണാൻ. അപ്പോൾ നല്ല അഭിപ്രായങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ഈ എക്സിബിഷനൊക്കെ വെച്ച സമയത്ത് കാനായി സാറൊക്കെ കാണാനുള്ള ഇടയുണ്ട്. അപ്പോൾ കാനായി സാറെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് തീപ്പെട്ടി വെച്ച് ഇപ്പം വെറൈറ്റി ആയിട്ടാണ് ആൾക്കാർ നോക്കണത്. അപ്പം തീപ്പെട്ടി വെച്ച് ചെയ്യണത് അങ്ങനെ ചുരുക്കം വരെ ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അപ്പോൾ സാറ് പറഞ്ഞപ്പോൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും, ഇത് നല്ലൊരു മാധ്യമമാണ്, നമുക്ക് എന്ത് പറയാനും ഒക്കെ പറ്റിയ ഒരു മാധ്യമമാണ്. അപ്പോൾ ഇത് വെച്ച് തന്നെ ഒരു പുതുമ എന്നുള്ള രീതിയിൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഈ താജ്മഹൽ ഉണ്ടാക്കാനായിട്ട് എത്ര സമയം എടുത്തു? താജ്മഹൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കണ്ടിന്യൂ ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു 2 മാസം കൊണ്ടൊക്കെ തീരും. ഞാൻ ഡ്രൈവറാണ്. അപ്പോൾ നമ്മളെ വർക്ക് കഴിഞ്ഞിട്ട് വന്നുള്ള ദിവസങ്ങൾ ചെയ്യുമ്പോൾ 2-3 മാസമൊക്കെ എടുക്കും. ഡ്രൈവിംഗ് ജോലി ചെയ്യുന്നതിനിടയിലാണ് ഈ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ അംഗീകാരങ്ങൾ എന്തെങ്കിലും? ഇല്ല, ഈ അടുത്ത കാലത്താണ് ഞാൻ ഇപ്പോൾ ഇതിനെപ്പറ്റി ഒരു ലൈസൻസിനൊക്കെ പോയി. അപ്പോൾ അവിടെ നിന്ന് ഹാൻഡിക്രാഫ്റ്റിൻ്റെ ഇതിന് വേണ്ടി ഇപ്പോൾ ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡിന് വേണ്ടി നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ചേട്ടാ, ഈ താജ്മഹൽ ഉണ്ടാക്കാനായിട്ട് ഏകദേശം എത്ര തീപ്പെട്ടി തീർന്നതാണ്? ഏകദേശം കണക്കെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇതിൻ്റെ കണക്ക് എടുക്കാൻ പറ്റില്ല. എങ്കിലും ഊഹം ഞാനിപ്പം ഈ ആദ്യമൊക്കെ തീപ്പെട്ടി വാങ്ങിച്ചതിൻ്റെ മരുന്ന് കട്ട് ചെയ്തിട്ട് ആണ് ചെയ്യണത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ് അങ്ങനെ ചെയ്യേണ്ടത്, നമുക്ക് പേയാട് സൈഡിലായിട്ട് ഒരു കമ്പനിയുണ്ട്, മരുന്നിൻ്റെ സ്റ്റിക്ക് കട്ട് ചെയ്യണ കമ്പനി. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ ഒരു ചാക്ക് തീപ്പെട്ടി അവിടെ ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ അവർ തന്നു. അങ്ങനെ ഒരു 2 ചാക്ക് എടുത്തുകൊണ്ട് വന്ന് ഇതിലൊരു അരച്ചാക്കോളം തീപ്പെട്ടി വേണ്ടി വന്നു. അരച്ചാക്ക്? ഓഹോ. എന്നാലും ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഒരുപാട് ക്ഷമ വേണ്ട ജോലിയല്ലേ? അതന്നെ, നമ്മൾ ഈ രാത്രിയൊക്കെ ഇരുന്നാണ് ചെയ്യണത്. നമ്മൾ ജോലിയും കഴിഞ്ഞിട്ട് വന്നിട്ട് രാത്രി സമയങ്ങളിലാണ് ഇരുന്ന് ചെയ്യണം. അപ്പോൾ ക്ഷമയെന്ന് പറയണത്, ക്ഷമ എന്നുള്ളതിനേക്കാൾ ഇത് മൈന്യൂട്ടായിട്ട് കട്ട് ചെയ്യുമ്പം കൈക്ക് പറഞ്ഞ ഓരോ മുറിവും കാര്യങ്ങളൊക്കെ വരും, അങ്ങനെയൊക്കെ വരും. അത് ഒക്കെ സഹിച്ചാണ് ചെയ്യണത്. ഇതിപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? എക്സിബിഷന് വേണ്ടിയിട്ടാണോ അതോ? ഇത് ഞാനിപ്പോൾ ഒരു 10-12 എക്സിബിഷൻ കഴിഞ്ഞു. ഞാനിപ്പം പെയിൻറ്റിങ് പഠിക്കാൻ പോകണം ഭരതക്ഷേത്രയിൽ. അപ്പോൾ അവിടുത്തെ എക്സിബിഷൻ്റെ കൂടെ ഇതും സാർ, അപ്പോൾ നമ്മളെ ഷാജി കിളിമാൻ സാറാണ് എന്നെ പഠിപ്പിക്കണത്. അപ്പോൾ സാറിൻ്റെ മേൽനോട്ടത്തിൽ ഇതും കൂടെ വെക്കും. അങ്ങനെ എക്സിബിഷൻ ഒരു 10-12 എക്സിബിഷൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അല്ലാതെ സ്റ്റൈൽ പ്ലസ് അങ്ങനെയുള്ള ബിൽഡിങ്ങുകളിലൊക്കെ കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വർഷത്തെ സ്റ്റേറ്റ് അവാർഡിൻ്റെ ഇതിന് വേണ്ടി താജ്മഹൽ വെച്ചിട്ടുണ്ട്. ഇതേതാണ് കേട്ടോ? ഇത് ചാർമിനാർ. ഇത് നമ്മൾ ഈ ലോക്ക്ഡൗൺ സമയത്തിനൊക്കെ മുന്നേ ഇരുന്ന് ഞാൻ രാത്രി ഇരുന്ന് ഓരോ ഫോട്ടോസ് കാണുമ്പോൾ അത് ചെയ്ത് നോക്കാന്നുള്ള രീതിയിൽ ഒക്കെ ആദ്യമായിട്ട് ചെയ്യണം. ഞാൻ കുഞ്ഞു കുഞ്ഞു വീടുകളാണ്, കുഞ്ഞു വീടുകളൊക്കെയാണ് ആദ്യം ചെയ്തു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ഇതിൻ്റെ ഒരു ചെറിയൊരു താജ്മഹൽ ഉണ്ടാക്കി. അത് സുഹൃത്തുക്കളൊക്കെ കണ്ട് അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഈ മേഖലയിലോട്ട് തിരിഞ്ഞത്. വേറൊരു കാര്യം, ഇതുപോലെ തന്നെ ഈ ചാർമിനാർ ഉണ്ടാക്കാനായിട്ട് എത്ര സമയം ഏകദേശം? ഇതിൽ വർക്കുകളൊക്കെ ഒരുപാടാണ്. ഈ
വേൾഡുമായിട്ട് ബേസ് ചെയ്തുള്ള ബിൽഡിങ്ങുകളൊക്കെ ഈ കൊത്തുപണികളും ഇതൊക്കെ ഒരുപാട് വർക്കുള്ളതുകൊണ്ട് 2-3 മാസം എടുക്കും. എടുത്തിട്ടാണ് ഉം. ചെയ്യുന്നത്. ഈ അതുപോലെ തന്നെ വേറെ കാര്യം, ഇത് ചെലവ് എത്രത്തോളം? ചിലവെന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഈ മാച്ച് ബോക്സ് വാങ്ങിക്കണതും ഈ ഗമ്മ് അതിൻ്റെയൊക്കെ ചിലവ് തന്നെ ഉള്ളൂ. പക്ഷേ ഇത് ചെയ്യണ സമയമാണ് നമ്മളിതിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സമയവും ക്ഷമയും. വിഷയമായി പിന്നെ ഇത് ഇതാണല്ലേ ഇത് പിസ. പിസ ഗോപുരം. ഇത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇത് ഈ പറയ പോലെ അത് ഈ താജ്മഹൽ ചെയ്യണത്ര സമയം എടുത്തില്ലെങ്കിലും ഇതും കുറച്ച് സമയം ഒരു 2-2.5 മാസം കൊണ്ടൊക്കെ തീരും. ഓക്കെ. എങ്ങനെയാണ് ഈ പെർഫെക്ഷൻ ഉണ്ടാക്കി എടുക്കുന്നത്? പക്ഷേ ഞാനിത് ആദ്യമൊക്കെ മോൾഡ് ആദ്യം വരയ്ക്കും പേപ്പറിൽ വരയ്ക്കും. കറക്റ്റായിട്ട് ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എടുത്ത് ഈ കമ്പ്യൂട്ടർ ഇത് നെറ്റിൽ കിട്ടുമല്ലോ, ആ. നെറ്റിൽ നിന്ന് പടം എടുത്ത് അതിൻ്റെ അളവനുസരിച്ച് ഞാൻ പേപ്പറിൽ സ്കെച്ച് ചെയ്തിട്ടാണ് ഇതിൻ്റെ മോൾഡ് ഉണ്ടാക്കണം. മോൾഡ് ഉണ്ടാക്കിയിട്ടാണ് ചെയ്യണം. ഓഹോ. മാക്സിമം ഞാൻ ഇപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഇപ്പോൾ താജ്മഹലൊന്നും ഞാൻ കണ്ടിട്ടില്ല എങ്കിലും ഞാൻ മാക്സിമം ഒരു 10-25 പടം എടുക്കും. പല ആംഗിളിൽ നിന്നുള്ള പടം എടുത്തിട്ട് അതിൻ്റെ ഒരു ഏകദേശ രൂപം വെച്ചിട്ടൊരു സ്കെച്ച് വരച്ചിട്ടാണ് മാക്സിമം പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി ഞാൻ മാക്സിമം അങ്ങനെ ചെയ്യണം. ഇതിൽ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇതിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതെല്ലാം കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. താജ്മഹൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അതല്ലേ നമ്മൾ ഈ ഉണ്ടാക്കിയ സാധനങ്ങൾ ഇങ്ങനെ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയുള്ളൊരു ആകാംക്ഷയുണ്ട്. അപ്പോൾ എല്ലാം കാണണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇല്ല, ആൾക്കാരെന്ന് ഈ ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിലൊന്നും കേൾക്കുന്നില്ല. അതുപോലെ ഇതെല്ലാം കാണാൻ എല്ലാവർക്കും താല്പര്യമാണ്. പക്ഷേ ഈ നമ്മളെ ഈ കാലഘട്ടത്തിലുള്ള ഈ കലാകാരന്മാരുടെ അവസ്ഥ എന്ന് വെച്ചാൽ ഇത് എല്ലാവരും കണ്ട് ഈ പ്രശംസിക്കുന്നതല്ലാതെ ഈ കലാകാരന്മാരുടെ നമ്മൾ ഈ പടം വരപ്പോ ഇങ്ങനെ ചെയ്യണ കലാകാരന്മാർക്ക് ഈ ഒരു എല്ലാവരും ഒരു സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഇതുകൊണ്ടൊരു ഇതൊന്നും വരില്ല. ആരും ഇത് വാങ്ങിക്കാനോ ഇത് നമ്മളിപ്പോൾ ഇത് തന്നെ നമ്മൾ ഒരു എമൗണ്ട് പറയാൻ നേരത്തെ അവർ പറയും ഈ തീപ്പെട്ടിക്കൊള്ളി കൊണ്ടുണ്ടാക്കുന്ന ഇത്രയും എമൗണ്ടാ എന്ന് ചോദിക്കാം. അപ്പോൾ ഇതിലെടുക്കുന്ന സമയവും ഇതൊന്നും അവർക്ക് വിഷയമല്ല. 1 രൂപയുടെ തീപ്പെട്ടിക്ക് ആ വെച്ചിട്ടുണ്ടാക്കുന്ന അതാണ് ഇതിന് ഇത്ര വിലയാണോ എന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നല്ല കലാകാരന്മാരുള്ള ആൾക്കാർ പറയും ഇതിന് വില പറയാൻ പറ്റില്ല. ഇതിൻ്റെ മൂല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മൾ ക്ഷമയും ഡെഡിക്കേഷനുമാണ് ഇതിൻ്റെ വില എന്ന് പറയാം. അപ്പോൾ അത് എൻ്റെ ഷാജി സാറാണ്. പുള്ളി ഇത് നമ്മളിപ്പോൾ ഒരു വില പറയുമ്പോൾ ആ വിലയ്ക്കൊന്നും പുള്ളി കൊടുക്കാൻ തയ്യാറാവില്ല. പുള്ളി പറയും ആ വിലയ്ക്കൊന്നും കൊടുക്കരുത്, ഇത് അമൂല്യമായ സാധനങ്ങളാണ്, ഇത് എല്ലാവരെ കൊണ്ടും ചെയ്യാൻ പറ്റാത്ത കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ സാറ് പറയണത് ഭയങ്കര വിലയൊക്കെയാണ് പറയണത്. ആ വിലയ്ക്ക് ആരും വാങ്ങിക്കാൻ തയ്യാറാവില്ല. അതുപോലെ സാറ് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഈ ഒരാൾക്ക് കൊടുക്കണേക്കാളും ഇത് എക്സിബിറ്റ് ചെയ്ത് ഇത് ആൾക്കാർക്ക് കാണാനുള്ളൊരു അവസരം നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ എൻ്റെ വേറൊരു സുഹൃത്തുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റൈൽ പ്ലസിൽ ഒരു എക്സിബിഷൻ വെച്ചപ്പോൾ അവിടെ വന്ന് ഈ പുള്ളി കണ്ടിട്ട്, അപ്പോൾ പുള്ളി കുറേ മിനിയേച്ചർ കളക്ഷൻസ് ഉണ്ട് പുള്ളിയുടെ കയ്യിൽ, കാറിൻ്റെയൊക്കെ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കൊരു മിനിയേച്ചർ മ്യൂസിയം തയ്യാറാക്കാം എന്ന് പറഞ്ഞ് ഈ ലോക്ക്ഡൗണിന് മുമ്പ് ഒരു വർഷത്തിന് മുമ്പ് നമ്മളൊരു ഈ കൊച്ചാർ റോഡിലൊരു വലിയൊരു വീട് റെൻ്റേക്ക് എടുത്തിട്ട് അവിടെ ഓരോ റൂമിലും ഓരോ റെയിൽവേ സ്റ്റേഷൻ, പിന്നെ ഈ അണക്കെട്ട്, അങ്ങനെ ഓരോ റൂമിലും ഓരോന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സെറ്റ് ചെയ്ത് ഈ സ്റ്റുഡൻസിനൊക്കെ വന്ന് കാണാനുള്ള രീതിയിൽ നമ്മൾ ഈ സുനിൽസ് വാക്സ് മ്യൂസിയം പോലെ ഒരു മ്യൂസിയം നമ്മൾ തയ്യാറാക്കി. മിനിയേച്ചർ തയ്യാറാക്കി ഒരു 6 മാസമൊക്കെ അത് റൺ ചെയ്ത് പോയി. അത് സ്റ്റുഡൻസുകൾ സ്കൂൾ പിള്ളേരൊക്കെ വന്ന് കണ്ട് 6 മാസം കഴിഞ്ഞപ്പോഴാണ് ലോക്ക്ഡൗൺ വന്നത്. ലോക്ക്ഡൗൺ വന്ന് നമുക്കത് ഒരു 8-9 മാസം പൂട്ടിയിടേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടാക്കി അതിൻ്റെ ബാക്കിലുള്ള ട്രെയിനൊക്കെ റണ്ണിങ്ങാണ്. ആ സാറിൻ്റെ തന്നെ ഏകദേശം ഒരു 10-15-20 ലക്ഷം രൂപയ്ക്കകത്ത് ചിലവായി. നമ്മളെ 20 ലക്ഷം രൂപ ഈ ലോക്ക്ഡൗൺ കാരണം അതങ്ങ് മുടങ്ങി. അതിൻ്റെ റെൻറ്റും ഒക്കെ വന്നപ്പോൾ നമ്മൾ ആ റെൻറ്റിന് കൊടുത്തിട്ട് നമ്മൾ അന്ന് കടാമ്പള്ളി സാറാണ് ടൂറിസം മന്ത്രി. അപ്പോൾ സാറിൻ്റെ അടുത്ത് സാറ് പറഞ്ഞ് ഇതിപ്പോൾ തൽക്കാലം ഇവിടെ തുടങ്ങ്, നമുക്ക് ഇതിന് വേണ്ടി ഒരു സ്ഥലം നമുക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ നമുക്കൊരു സ്ഥലം നമുക്ക് കണ്ടെത്താം, അതുവരെ നിങ്ങൾ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ലോക്ക്ഡൗൺ വന്നപ്പോൾ എല്ലാം തകിടം മറിഞ്ഞു. അങ്ങനെ നമ്മളിപ്പോൾ അവിടെ വന്ന് ഒരു ബ്രേക്കായി. ഇനിയും നമ്മളൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇത് ഈ വിൽക്കണതിനേക്കാളും ഇത് എല്ലാവർക്കും കാണുന്ന രീതിയിൽ ഒരു മ്യൂസിയം തയ്യാറാക്കുക എന്നുള്ളതാണ് എൻ്റെ സ്വപ്നം. അല്ല, ഇത് കൊടുത്ത് പൈസ ഉണ്ടാക്കുന്നതിനേക്കാളും ഈ വിദ്യാർത്ഥികൾക്കും ആൾക്കാർക്കൊക്കെ കാണാൻ വേണ്ടിയുള്ളൊരു മ്യൂസിയം തയ്യാറാക്കുക എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടായിരിക്കും. ഏറ്റവും അടുത്തൊരു പ്രോജക്റ്റ് ഇതുപോലെ ഈ താജ്മഹൽ പോലെ ഇനി അടുത്ത എനിക്ക് ഇതിലും വലിയ അല്ലെങ്കിൽ മനസ്സിലുള്ള എൻ്റെ മനസ്സിലിപ്പോൾ ഉള്ളത് ബുർജ് ഖലീഫയാണ്.
ബുർജ് ഖലീഫ ഞാനത് ചെയ്യാൻ വേണ്ടിയുള്ള സ്കെച്ചും ഇതൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഒരു 2-3 ചെറിയ വർക്കുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ബുർജ് ഖലീഫ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞാൽ പത്മനാഭസ്വാമി ക്ഷേത്രം അതും കൂടെ ഒന്ന് ചെയ്യാൻ, അതും കൂടെ എൻ്റെ മനസ്സിലുണ്ട്. അത് രണ്ടും ചെയ്യാനുള്ളതുണ്ട്.